ആദിനാട് സൗഹൃദ സാംസ്കാരിക വേദി ഗ്രന്ഥശാല വായനക്കളരി സംഘടിപ്പിച്ചു. മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന സന്ദേശവുമായാണ് വായനക്കളരി നടത്തിയത്. ആദിനാട് സൗഹൃദ സാംസ്കാരിക വേദി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് വായനക്കളരി സംഘടിപ്പിച്ചത്. മലയാളം പഠിക്കാം, വായനയെ വരവേൽക്കാം എന്ന സന്ദേശമുയർത്തി വിദ്യാർത്ഥികളിലെ സർഗവാസനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വായനക്കളരി സംഘടിപ്പിച്ചത്. താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് വെട്ടുകാട് ഉദ്ഘാടനം ചെയ്തു. ഗ്രന്ഥശാല പ്രസിഡന്റ് മായ ശിവദാസ് അധ്യക്ഷത വഹിച്ചു. കുലശേഖരപുരം ഗ്രന്ഥശാല നേതൃസമിതി കൺവീനർ മുരളീധരൻ പിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ചിത്രരചനയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ ക്ലാസും നടന്നു. വളരെ കണക്ഷൻസ് ഉണ്ട്. നമ്മുടെ എല്ലാ വികാരങ്ങളും, ദേഷ്യം, സങ്കടം, പ്രണയം, ഏത് വികാരവും ആയിക്കോട്ടെ, എല്ലാം നമുക്ക് ചിത്രങ്ങളിലൂടെ പ്രകടിപ്പിക്കാം. ഞാൻ പറഞ്ഞല്ലോ, വാക്കുകൾ അവസാനിക്കുന്നതിനാണ് ചിത്രങ്ങൾ സംസാരിക്കുന്നത്. നമുക്കൊരു ചിത്രം, നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, ഒരു ചിത്രം നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിൽ നിന്നും കിട്ടത്തില്ലേ, ഒരു ഫീലിങ്സ്, എന്തെങ്കിലും ആ ചിത്രത്തിൽ നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടാവും. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാൻ ഇഷ്ടമുള്ള പിള്ളേരെന്നല്ലേ അവിടെ. അപ്പൊ അങ്ങനെ ഒരു നിങ്ങൾ ചിത്രങ്ങൾ എല്ലാ പിള്ളേരെ എല്ലാം അട്രാക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ. ഈ പിള്ളേർ കൂടുതലും ഡ്രോയിങ് ഒക്കെ ഇഷ്ടപ്പെടാൻ കാര്യം ഈ കളറുകളൊക്കെ കണ്ടിട്ടുള്ള ആ ഒരു ഇതാണ്. എസ് എ പ്രീതൻ, രജിത ഷാലി, ശ്രുതി എസ്, പി കെ സതീശൻ, ജ്യോതി എസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.